കാർ റോബർ ചെയ്യാനോ? എങ്ങനെ റോബർ സോറി ബ്രോ സോറി. ഹലോ എലി ബഗ്ഗായതാണ് ബ്രോ. എടാ എന്റെ ബ്രോ അതൊന്ന് ഓടിച്ചു നോക്കി തലോത്തര കളക്കണത് ப்ரோ இங்கட்டி இடம்லாம் இருக்குல்ல ப்ரோ இங்க ஃப்ரீ ஸ்பேஸ் എടാ അല്ലടാ ഇല്ല ഇവിടെ റിപ്പയർ ഞാൻ ചവിട്ടാൻ വേണ്ടി നോക്കിയത് അത് കൺട്രോൾ കിട്ടിയില്ല മൈര. നേരെ ആരോ ചത്തം തോന്നുന്നത്. ആ ചത്ത ആളെവിടെ? ഹലോ ഹലോ ബ്രോ സോറി. ഇത് മാലിക്കാണോ? ഇത് മാലിക്കല്ല എടാ ഇത് പേരെന്താ? സുരേഷ് ബ്രോ സുരേഷ് എന്താടാ പറഞ്ഞേ? എടാ ഹെലി ഇവിടെ പൊട്ടിത്തെറിച്ചടാ. വെയിറ്റ് മുതുക്കുണ്ടല്ലോടെ ഞാൻ. ഇല്ല ഇവിടെ കേറ് മാലിനി കെറ്റ്. എവിടെ? വിട്ടോ അമ്പാന് വിട്ടോ. എവിടെ അവൻ കാലിന്റെ ഇടയില് ബാക്ക് വന്നിട്ട് പുറത്തിറങ്ങിയാ അമ്മ അടിക്കും അടിക്കാനാ? അടിക്കാനെന്താ സിറ്റുവേഷൻ ആയാ? പിന്നെ ഇവൻ കൊണ്ട് ഇവന്റെ ഹെലി കൺട്രോൾ പോയിട്ട് അമർ ദേഹത്തൊന്ന് വീണ്. സോറി പറഞ്ഞ സോറി പറഞ്ഞതാ. അപ്പൊ അമർ വീണ്ടും അടിക്കണ്. സോറി ഇല്ലല്ല വെടിയൊന്നും വെച്ചത്. അത് ഒരു വെടിയും ദേഹത്ത് വെച്ച. അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാ വെടി? കൊണ്ടുപോകും. അടുത്ത എലിയിൽ വരാം. നീ അടുത്ത ഹെലിയാ. ഞാൻ എന്റെ ഹെലിയിലൊന്നും ഇല്ല. നീ പോണ വഴിക്ക് എന്നോട് കൊല്ലും. എന്തോ ഭാഗ്യത്തിന് ഹെലിയിൽ ചത്തില്ല ബഗ് അടിച്ചിട്ട്. ഇപ്പൊ അമ്മരില്ല. ഇപ്പൊ അമ്മ ഞാൻ തൽസെടുത്ത് നോക്കും ആരൊക്കെ തൽസുണ്ട്. എന്നിട്ട് അത് നോക്കും മാലിയുടെ കൂടെ ആരായിരുന്നു. അപ്പൊ ഞാൻ എന്റെ തൽസ് നോക്കും. മാത്രമേ ഇത് മനപ്പൂർവ്വം കൊണ്ട് ചിരിച്ചണക്ക് തോന്നും. സത്യം അത് മനപ്പൂർവ്വം ചിരിക്കണല്ല. അതാണ് വേറെ ടെസ്റ്റ്. എന്റെ അടുത്ത് വന്നിട്ട് പേരെന്താ? ഞാൻ പറഞ്ഞു മാരി. ആ പൊക്കോ ഉണ്ടല്ലോ. നീ വാ. 100-110 വരുന്ന നീ കൊമ്പച്ചിട്ട് തുമ്പിക വിട്ടി. ഇതിന്റെയൊക്കെ ഹെലികോപ്റ്ററിൽ പോയി കൊമ്പച്ചിട്ട് ഒരാള് കിടക്കുന്നുണ്ട്. ബോസ് നീ പതറിയോ പെട്ടെന്ന്? പിന്നെ ഞാൻ വിചാരിച്ചെന്നറിയാമോ? തലയിൽ ഉണ്ട കയറിയെന്ന് വിചാരിച്ചു. മനസ്സിലായ? ഉണ്ട ഞാൻ കാലി കൈയൊക്കെ പൊക്കി. അപ്പൊ തന്നെ അടിക്കില്ലേന്ന് പറഞ്ഞു ഇറങ്ങിയില്ല. ഞാൻ വെച്ച് നിന്നെ കൊല്ലണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കാന്ന് വെച്ചു. ഓ ഞാൻ വെച്ച് നീ ചത്തന്നറിയാ. എലിയുടെ എന്തോ മാതിരി എലി ചത്തില്ല. ഇല്ലെങ്കിൽ അവിടെ 10 പേരും ചത്താന്. ഇല്ല ഹോസ്റ്റേജ് പോകുന്ന ഉറപ്പായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീ പോയിട്ടോട്ടെന്ന്. അതുകൊണ്ട് വിളിച്ചു നിന്ന്. അതല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വിചാരിച്ചു ആ എലി പൊട്ടിത്തെറിച്ച് അവന്മാരെല്ലാം ചത്തന്ന്. നീയും ചത്തെന്ന് വിചാരിച്ചു കൂട്ടത്ത്. ഇല്ല ഞാൻ ചത്തില്ല. ഞാൻ അപ്പൊ തന്നെ ഇതായി. ഇല്ലല്ല അത് ഞാൻ പുള്ളിയുടെ സോറി പറഞ്ഞിട്ടുണ്ട്. അത് സംഭവം എലി കൺട്രോൾ പോയതാണ്. നീ ആ റിപ്പയർ എടുത്താൽ നോക്കിയതല്ലടാ നാറി. അതെ കൺട്രോൾ കിട്ടണ്ടേ? ഹലോ ഹലോ അമ്പാനടിയാളെ? ഞാൻ ജിഎച്ചിലടാ. ഞാൻ വരാം. ഓക്കെ പപ്പു എവിടെയാ നീ? ഗ്യാഗോസിന്റെ വീട്ടില് 2 വണ്ടി. കൊണ്ട് വണ്ടി ഉണ്ടോ? എന്നെ കാത്ത് നിക്കുന്നത്. ഞാൻ ഇപ്പൊ പോയാ എന്നെ ഹോസ്റ്റേജ് കിട്ടോ. ഞാൻ പോകുന്നില്ല. നോക്കിയപ്പോ ഒരു ഫ്രീ വണ്ടി വെളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. ഞാനത് തിരിച്ചു കയറിയടാ ഇങ്ങോട്ട്. ഞാനങ്ങോട്ട് ഭക്ഷണം പറ്റത്തില്ല. പോയി
കിട്ടിയ ഞാൻ നേരെ പനേറ്റ് വിട്ടടിയാ ഒന്നും നോക്കിയില്ല. ഇരിക്കണ പോട്ട ഹെലികോപ്റ്റർ അടുത്ത തുമ്പിക്കൈ വിട്ടാ പോവാ. ഇല്ലില്ല തൂറല്ലേക്കിന് സിറ്റുവേഷൻ അല്ലായിരുന്നു, ഇപ്പൊ സിറ്റുവേഷൻ ആവുമല്ലോ. പറഞ്ഞ പോവില്ല എനക്കയില്ലേ കൊമ്മന്റെ കുട്ടി ഇതാക്കാൻ വേണ്ടിട്ട്. ഇനീഷ്യൽ അടിക്കാൻ വേണ്ടി നിങ്ങള് വയ്ക്കോ, ഞാൻ ഇറങ്ങൂല. അങ്ങനെ പറയല്ലേ ഇതൊക്കെ. എന്തോ ഇല്ലടാ, എന്തുവാ ഇത്? പോയ അതിന് വേണ്ടി തിരിച്ചു വന്നല്ല. ഞാൻ പനേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന എന്താ പോയ കോമഡി ഉണ്ട്. നോക്കണ്ട, ഹെലികോപ്റ്റർ എടുക്കുക അങ്ങ് മല എന്നെ പ്രത്യേകിച്ച് വന്നു. സോറി പറഞ്ഞു, മനസ്സിലായോ? പിന്നെ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി അന്നേ ടീച്ചറിന്റെ എലിയൊക്കെ വന്നു. ഇതാരും എലി ടീച്ചറിന്റെ ആണ്. ഏതാ ടീച്ചറിന്റെ എലി വളഞ്ഞു. അതിന്റെ മോനെ ഇപ്പൊ പ്ലക്കപ്പെടും നമ്മള്. ഓടി എലീന്റെ ലീഫ് കൊണ്ട് നീ വെട്ടിയാണോ പോയിട്ട്? വെട്ടിട്ടാ തിരിഞ്ഞു നിന്നെയൊക്കെ വിട്ടു. ഊമ്പി അവന്മാര് പറഞ്ഞേട്ടാ. കുറഞ്ഞാ ആള് വളഞ്ഞിട്ടാ ക്യാഗോത്തിന്റെ എലിയൊക്കെ ഒന്ന് വളഞ്ഞു. പനേറ്റ് കഴിഞ്ഞ് അങ്ങ് പോവുകയാണ്. വാർനാട്ടിൽ കയറി. പിന്നെ നിന്നെ കൂട്ടാൻ വരണം ഞമ്മള് എലിയെടുത്തിട്ട്. കൂട്ടം വരണ്ടാവും. വഴി പോയി പള്ളി ഞാൻ ചോദിച്ചു വാങ്ങിക്കില്ല. അടുത്തിനാ ചോദിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ നമ്മളിരുന്നു. അല്ലല്ലേ എനക്കത് കാണിച്ചു കൊടുക്കും. കണക്കിട്ട് സോറി പറയണം. ഇല്ല അളയല്ലേ ഒന്നില്ല ചെയ്യണം പറയുമ്പോ MRC കണക്ട് റേഡിയോ എന്നൊക്കെ ഇടുകയാളിയാ. ചുമ്മാ ഒന്ന് പേടിക്കട്ടെ അമ്മരങ്ങ്. ഏടെ പേടിക്കട്ടെല്ലാം കാണുന്നുണ്ട്. നീ അനങ്ങാണ്ട് നാട്ടെ പേടിക്കാനാ. ഇനീഷ്യൽ കളിച്ച് നമ്മുടെ കുറുപ്പിന്റെ ഗോൾ വെച്ചിട്ട് കളിച്ച ടീമാ അത്. ഇമാരുണ്ടെങ്കിൽ ഒന്നും കുറച്ചും കൂടി ഒന്ന് സംസാരിക്കായിരുന്നു. എന്തോ ഇത് വിളിച്ചു കയറ്റേ. ഞാൻ ചോദിച്ചു പെട്രോള് തീർന്നാളിയാ തൂറി. ഇതിപ്പോ കൊണ്ടുപോകും. ഒരു ക്ഷമ ചോദിച്ചോടാ ഭാര്യ. എത്ര? 69. 68. ഹലോ ജോഡാണോ? ഹലോ ഹലോ. ആ പറഞ്ഞു. അതെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ നമ്മളന്ന് ഹെലിയിലും കൊന്നിട്ട് പോയായിരുന്നേ. ഞാനാണ് അത് കൊന്നല്ല. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങള് പപ്പുവിനെ വിൽക്കാൻ വേണ്ടി റിപ്പയർ വരായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ മറ്റേ റിപ്പയറിൽ കൊണ്ട് വണ്ടി വിട്ടൊന്നും കയ്യിൽ നിന്നില്ല. ഒന്നാട് ആ എലി അറിയാലോ, കൺട്രോൾ കൈ കിട്ടത്തില്ല. അപ്പൊ നേരെ ആ പുള്ളിനെ മേടിച്ചിട്ട് ഞാൻ പുള്ളിയുടെ അപ്പൊ തന്നെ സോറി പറഞ്ഞാൽ സുരേഷോ അങ്ങനെ എന്തോ പുള്ളി അത് കേട്ടിട്ടില്ല ബ്രോ. നിങ്ങൾ പുള്ളിയുടെ തന്നെ സംസാരിച്ചത് ക്ലിയർ ചെയ്യണം. അത് നിങ്ങളെ സുരേഷ് ആണോ റേഡിയോയിലുള്ള? സുരേഷ് റേഡിയോ. ഹലോ. ബ്രോ അത് ഈ എലിക്ക് എന്തോ ബഗ്ഗായത് ബ്രോ. അത് റിപ്പയറിന് കൊണ്ടിട്ട് വണ്ടി കൈ നിന്നില്ല. അങ്ങനെ പറ്റിയാണ്. സോറി ബ്രോ. അതിന് ഞാനൊരു കാര്യം ഞാൻ റുബാവുന്ന വരെ വെയിറ്റ് ചെയ്യണ്ടേ ബ്രോ. അല്ല ചുമ്മാ അങ്ങ് പോയാൽ പറ്റത്തില്ലല്ലോ ബ്രോ. അല്ല ഞാനും മറ്റേ നിങ്ങൾ നമ്മൾ നേരിട്ട് സംസാരിക്കാം. ഗ്യാങ്സിന് വണ്ടി വന്നാൽ മതി ബ്രോ. പോരാ. ഓക്കെ. എടാ എന്റെ ചെക്കന് കുറുക്ക് കിട്ടിയിട്ടില്ല. അമ്പ എവിടെ? ഒരു പപ്പു ഹോസ്റ്റേജിൽ പോയാ ഒരു കുറുക്ക് തരുമോ? ഹോസ്റ്റേജിൽ പോയാ ചുമരി വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ പറയും കൊമ്പാ നിന്റെ 5ാം കളിയാൻ വെട്ടുമെന്ന് പറയും. ഇപ്പൊ വീട്ടിൽ ആള് ഒരു കൊണയടിക്കല്ലേ, ആള് കേറുന്നൊരു കൊണയടിക്കല്ലേ. തമ്പാനെ കുണ്ണ ഇന്നോടാ പറയുന്നേ. ഇവര് ഓൾറെഡി എത്തിയടാ. സോ ഫാസ്റ്റ്. എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ. ഇന്നെ മറ്റേ കഥയാണ് നമ്മള് കുണ്ണാളെ നമുക്ക് കാത്തിക്കാം. ഓർക്ക് വേണം, ഓർക്കല്ലേ വരണ്ടേ കാണണ്ടേ ഇടക്ക വിളിച്ചേറ്റ്. സോറി എടാ, വണ്ടി കൊണ്ട് ചിടിച്ചേരി കൊടുത്തിട്ട് വൈ സോറി എന്നാ. പപ്പു ഇപ്പം വന്നാ ആള് വളഞ്ഞ് ഗ്യാങ് ഹൗസിൽ
ഞാൻ പറയട്ടെ കാലിക്കൈ കീറിയിടുക ജോസ് വളഞ്ഞ് 25 വണ്ടിയായി. വന്ന് വന്ന്. എടാ ഗ്യാഗോസ് വരാ പറ. ഹലോ ഹലോ നിങ്ങൾ എവിടെയാ? ഇങ്ങോട്ട് വാ. ഇറങ്ങി വരട്ടെ? ഇങ്ങോട്ട് എവിടെയാ വരണ്ടേ? ഫ്രണ്ടിലോട്ടാ. ഇങ്ങോട്ട് വാ. ഹലോ ജോസുട്ടി. അല്ല നീ അടി ഇതെന്താ ഇവര് നമ്മളെ ആടന്നടിക്കാനുള്ള മാരാ? ലോവേ ബ്രോ ഞാൻ എടാ അമാരി ബ്രോ ബ്രോ മലയിലോട്ടോ ഞാൻ ആള് പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾ മലയിലോട്ടോ മാനിത് സംസാരിക്കാം. മാനിത് ട്രിഗർ ആവട്ടെന്നാ പോരെ. വാ 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 വാ. മാരി 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 ഇവിടെ നിന്ന് സംസാരിച്ചാലേ ശരിയാവത്തില്ല. മലയിലോട്ട് ചെല്ലാൻ. മലയിലോട്ട് വാങ്ങില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ സംസാരിക്കാൻ പോയി പിന്നെ ട്രിഗർ സംസാരിക്കാനല്ലേ വിളിക്കുന്നത്? പിന്നെ മലയെ വിളിക്കുന്നത് എന്തൊരു മലയിലോട്ട് വന്ന് ഹോസ്റ്റൽ എടുക്കാൻ പൂച്ച പട്ടി കാണിക്കുന്ന മണ്ടന്മാരാണോ നമ്മൾ കൂൾ ബോയ്സ് ആണ്. എടാ നിങ്ങൾ സംസാരിക്കില്ല ബ്രോ. ഞാൻ അല്ല ട്രിഗറിന്റെ ആവശ്യമില്ല. ഒരു വണ്ടി അറിയാൻ തട്ടി നമ്മള് മേളിൽ നിന്ന് സംസാരിക്കും. നിങ്ങൾ മേളിലോട്ടോ അല്ല സംസാരിച്ചാ പോരെ? ട്രിഗർ ആവേണ്ട ആവശ്യമുണ്ടോ? എടാ നിങ്ങൾ സംസാരിക്കട്ടെ, എനിക്കല്ല. നമുക്ക് സംസാരിക്കാം. നമ്മള് സോറി പറഞ്ഞില്ലേ? സിറ്റുവേഷൻ എന്താ? എടാ ഹെലി കൺട്രോൾ പോയിട്ട് തട്ടി. അത് കറക്റ്റ് ഇവന്മാരെ അവിടെ നിന്നത്. ഇവന്മാരത്ത് ഒരാളെ തട്ടി ഒരാൾ ചാവുകയും ചെയ്തു. അപ്പൊ മരിക്കുകയും ചെയ്തു. അപ്പൊ ഇവൻ ചെന്ന് സോറി മണ്ടത്തിനെ കാണിക്കുന്ന ട്രിഗർ ആക്കിട്ട് ഇപ്പൊ പാഞ്ചിട്ട് ഇറങ്ങണ്ടേ? എടാ പുണ്ടച്ചി മോനെ, സിറ്റുവേഷൻ എന്തായാലും ആയാലും അവന്മാര് കാണാനുള്ള രീതിയിൽ കാണും. മനസ്സിലാവും. ഓൾറെഡി എന്നുള്ള രീതിയിൽ അതാവും. കഴിച്ചില്ല ആള് കയറുന്ന നമുക്ക് ഇവിടെ നിക്കാം. 15 അമ്മരടുത്ത് പറ. ഇപ്പൊ നിന്ന് ഒരു 10 ചേച്ചി സാൻഡ്വിച്ച് കാണാന്ന് പറയടാ. പോയി മോൾട്ടോക്ക് പറ. ഞാൻ പറഞ്ഞു ഇപ്പൊ മൈര കൊമ്പനെയും പിള്ളേരുണ്ട്. ഓരോ ഇരുന്നുണ്ട്. പണിക്കൊന്നും പോവാത്ത നമുക്കില്ല. പണിക്കൊന്ന് പിള്ളേരാന്ന് ഒന്നില്ല. ഇനി എന്താ സിറ്റുവേഷൻ ആയില്ലോ? ഇല്ലില്ല സിറ്റുവേഷൻ ആയില്ല. ഇല്ലില്ല താങ്ങ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിറ്റുവേഷൻ ആയില്ല. സിറ്റുവേഷൻ ആയി ഇത്തരം കാണുന്നതായില്ലേ? അപ്പൊ അമ്മമാരിപ്പോ നമ്മൾ പുറത്തിറങ്ങി അമ്മ എന്തായാലും അടിക്കും. അത് ഉറപ്പായി. കാര്യം പറഞ്ഞിട്ട് പിന്നെ മനസ്സിലാവൂലെങ്കിൽ പിന്നെ എന്തുവാണ്? അറിയാതെ എലി കെട്ടിയെന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുത്തു. ശരി ബ്രോ, അറിയാതെ എലി കെട്ടി സോറി പറഞ്ഞു. പിന്നെ മനസ്സിലാവാത്ത കുണ്ണാളടുത്തൊക്കെ പിന്നെ എന്തൊരു പറയാ? സിറ്റുവേഷൻ എടുക്കട്ടെ. ഇതൊക്കെ ഇതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. മനസ്സിലായ വണ്ടി തട്ടിക്കൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡ്. വണ്ടി അട്ടി സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല. അല്ല കൊന്നല്ലേ നീ വണ്ടി അട്ടിയില് മയില് ചെത്തിപ്പോയി. ഞാൻ ഇവിടെ തന്നെ നിക്കട്ടെ. ഹെലിയാറ്റം വന്നിട്ട് വീണാല മേത്ത്. ഞാൻ പറഞ്ഞു ഇവിടെ നിക്കണ്ട, നമുക്ക് അകത്ത് കയറി പോവാം. വണ്ടി കയറി ഒന്ന് മൂത്രയിക്കട്ടെ. ആരെങ്കിലും ഓർഡർ കളിയാ ചൈനയിൽ നിന്ന് മറ്റേ സ്റ്റീൽ ഉണ്ട് വെൽഡ് ചെയ്ത് വെച്ചു കൊടുക്കും. സത്യം എടാ മൈരി രണ്ടെണ്ണ വായ്പുണ്ട് ചുമ്മാ എന്തിരി കാണിക്കുന്നു. കുറച്ച് കുമ്പിക്ക് വിട്ടുകൊടുക്കാൻ പറയാളിയാ.